ആദ്യം ദൈവം ഉടമ്പടി ചെയ്തത് എബ്രാഹത്തിനോടാണ്, അല്ലേ? എബ്രാഹത്തോട് ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം, നീ അത് വിശ്വസിക്കുന്നു, എൻ്റെ വാഗ്ദാനങ്ങളിൽ നീ വിശ്വസിക്കുന്നു എന്ന് ദൈവത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടി എബ്രാഹത്തിനോടൊരു ത്യാഗം ചെയ്യാൻ പറഞ്ഞു. എന്താണ് ത്യാഗം ചെയ്യാൻ പറഞ്ഞത്? നിൻ്റെ ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞു. നിസ്സാര ത്യാഗമല്ല, 2 ആഴ്ച പനിച്ച് കിടക്കുന്ന ത്യാഗമാണ്. കാര്യം എന്താ? ജനനേന്ദ്രിയമാണ് ജീവൻ നൽകണത്. അപ്പം ജീവൻ അർപ്പിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ജനനേന്ദ്രിയത്തിൻ്റെ അറ്റം കണ്ടിക്കാൻ പറഞ്ഞത്. എബ്രാഹാം അങ്ങനെ ചെയ്തു. അപ്പോഴാണ് ഉടമ്പടി, എബ്രാഹത്തിൻ്റെ വിശ്വാസം ദൈവം മുഖവിലക്കെടുത്തത്. പക്ഷെ പൗലോസിൻ്റെ കാലം വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അറ്റം കണ്ടിച്ചാലും കയ്യിരിപ്പ് മോശമാണെങ്കിൽ കർത്താവിൻ്റെ കൃപ ലഭിക്കത്തില്ല. പൗലോസിനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ട് പൗലോസ് എന്ന് പറഞ്ഞു, പരിച്ഛേദനോ അപരിച്ഛേദനോ അല്ല, പുതിയ സൃഷ്ടിയായി തീരുകയാണ് പരമപ്രധാനം. കൈ അടിച്ച് കർത്താവ് ഹല്ലേലൂയ. അപ്പോൾ ഉടമ്പടിയുടെ ലക്ഷ്യം എന്താ? പുതിയ സൃഷ്ടിയായി തീരുകയാണ്. പുതിയ സൃഷ്ടിയായി തീരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അതിൽ ചില ത്യാഗങ്ങൾ സഹിക്കുന്നത്. കാരുണ്യപ്രവൃത്തിയുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്, അല്ലേ? അങ്ങനെ കുറേ ത്യാഗപ്രവർത്തനങ്ങളുണ്ട്. നിങ്ങൾ ആരും എന്തെങ്കിലും ഉടമ്പടിയിലുള്ള ത്യാഗങ്ങൾ നിങ്ങൾക്ക് മിനിമൈസ് ചെയ്ത് തരാൻ ആർക്കും അനുവാദമില്ല. അഥവാ ആരെങ്കിലും നിങ്ങൾക്കിവിടെ വന്ന് നിങ്ങളുടെ സങ്കടമൊക്കെ കേട്ടിട്ട് എന്നാൽ പിന്നെ പ്രാർത്ഥനയ്ക്ക് വരണ്ട എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞാൽ അത് മിക്കവാറും പിശാചായിരിക്കും പറയണത്. ഇവിടുത്തെ ശുശ്രൂഷകരുടെ വേഷം കെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ, പറയണ പിശാചായിരിക്കും. കാര്യം ഉടമ്പടിക്ക് മിനിമം ത്യാഗം അതിലുള്ളതാണ്. ഇപ്പോൾ ഇടുക്കിക്കാരൊക്കെ ഇവിടെ വന്ന് സാക്ഷ്യം പറയണില്ലേ? അവരൊക്കെ എത്ര വെളുപ്പിനെ എഴുന്നേറ്റ് പോകുന്നതാണ്. കാസർഗോഡുകാരൊക്കെ ഇവിടെ എത്തണമെങ്കിൽ എന്ത് പാടാ. ഇന്ന് ഞാനിരിക്കുന്ന തൈക്കാട്ടുശ്ശേരിയിൽ വയനാട്ടുകാർ ഇന്നലെ എത്തിയതാ, കോഴിക്കോട്ടുകാർ ഇന്ന് എത്തിയതാ. ജസ്റ്റ് അവർ വന്നതുകൊണ്ട് അവരെ കണ്ട് ഞാൻ പറഞ്ഞ് പ്രാർത്ഥനയ്ക്ക് വിട്ടിട്ടാണ്. അപ്പോൾ കുറച്ച് ത്യാഗം അനുഭവിക്കുന്നതെല്ലാം ഉടമ്പടിയുടെ ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ്, എന്തെങ്കിലും ത്യാഗം, വണ്ടി കാത്തുനിന്ന് താമസിച്ചു, അങ്ങനെ എന്തെങ്കിലും ത്യാഗം വന്ന് ഈ പ്രാർത്ഥനാകാലത്ത് വന്നാൽ അപ്പം തന്നെ സന്തോഷിക്കണം. എന്നിട്ട് അത് ഉടമ്പടിയുടെ ഭാഗമായിട്ട് കാഴ്ചവെക്കണം. അതെന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണമാണ്. ഇപ്പോൾ അവസാനം ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, ഒരു കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞില്ലേ, അയാൾ കേവലം കൽപ്പണിക്കാരനാണ്. കൽപ്പണിക്കാരൻ സഹോദരൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ അയാളുടെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വാഗ്ദാനം കൊടുത്ത്. ഉടമ്പടിയിൽ എപ്പോഴും വാഗ്ദാനം ഉണ്ടാവും. എന്താ കൊടുത്തത്? നിന്നെ ഞാൻ ഒരു കോൺട്രാക്ടറാക്കും. അപ്പോൾ വാഗ്ദാനമാണ് ഉടമ്പടി എന്ന് പറയുന്നത്. എബ്രാഹത്തിൻ്റെ കാലം മുതലേ വാഗ്ദാനമാണ്. വാഗ്ദാനം നമ്മൾക്കെങ്ങനെ അവകാശമാക്കണത്? നമ്മളതിൽ വിശ്വസിക്കുമ്പോഴാണ്. അതാണ് ഉടമ്പടിയുടെ ഒരു മെക്കാനിസം. അതാണ്, നമ്മളത് വിശ്വസിക്കണം. ഇപ്പോൾ കാൽപ്പണിക്കാരനെ ഒരു വാഗ്ദാനം കിട്ടി. എന്താണ്? അവനെ കർത്താവ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടറാക്കുമെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയുള്ള അവൻ്റെ വരുമാന മാർഗം വർദ്ധിപ്പിക്കും. വരുമാന മാർഗം വർദ്ധിപ്പിക്കുക എന്നുള്ളത് ഉടമ്പടിയുടെ ആദ്യകാലം മുതലേ ഉള്ള അജണ്ടയാണ്. നിന്റെ കന്നുകാലികളെ പെരുക്കും, അപ്പക്കുട്ട അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും എന്നൊക്കെ പറയണത് എബ്രാഹത്തിൻ്റെ കാലം തൊട്ട് കൊടുത്ത ഉടമ്പടി മോസസിൻ്റെ കാലത്ത് ദൈവം റിവൈസ് ചെയ്യണതാണ്. ഇപ്പോൾ വരുമാന മാർഗങ്ങളെല്ലാം അതിലുള്ളതാണ്.
അതുകൊണ്ടാണ് IELTS, ഹാദ്, MOH ജീവിതമാർഗങ്ങളെല്ലാം അമ്മ ഒരു സാക്ഷ്യം നിങ്ങൾ കേട്ടായിരിക്കും. എന്താണ്? അവർക്ക് ആ പരീക്ഷ അറിയത്തില്ല. ഒരു ജോലിയുടെ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ? അതായത് ആ സബ്ജക്റ്റ് ആ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷെ ആ സബ്ജക്റ്റ് കാണാതെ പഠിച്ചാലേ ജോലി കിട്ടത്തുള്ളൂ. പിന്നെ എന്ത് ചെയ്യും? അമ്മയുടെ ഉടമ്പടി ഹോൾഡ് ഫാസ്റ്റ് ചെയ്തിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിക്കും. അറിയാൻ പാടില്ലാത്ത സബ്ജക്റ്റ് ആദ്യമായിട്ട് പഠിച്ചിട്ട് അമ്മയുടെ കാശുരം തന്നെ വെച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രൊഡ്യൂസ് ചെയ്യും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അറിയാൻ പാടില്ലാത്ത നിനക്ക് അജ്ഞാതമായ ദേശത്തേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകുമെന്ന് കൈ അടിച്ച് കർത്താവ്. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഉടമ്പടി വിഹിത പ്രകാരമുള്ള സാക്ഷ്യങ്ങളാണ് പറയണതെല്ലാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാൻ വളരെ ശ്രദ്ധിക്കും. ഉടമ്പടിയുടെ നിബന്ധനകളുമായി, ഉടമ്പടിയുടെ വാഗ്ദാനങ്ങളുമായി, ദൈവം നൽകിയ വാഗ്ദാനങ്ങളുമായി ഇതെങ്ങനെയാണ് യോജിച്ച് നിൽക്കണമെന്ന്. ഇപ്പോൾ IELTS, MOH, ഹാദ്, അതുപോലെ തന്നെ പ്രൊമട്രി എക്സാം എല്ലാം എന്താ? ഭക്ഷണം കഴിക്കണ മാർഗമാണ്. നിൻ്റെ അപ്പക്കുട്ടയെ ഞാൻ അനുഗ്രഹിക്കും. അതാണ് വചനം. അപ്പോൾ നിയമാവർത്തനം 28:4-9 വചനം. നിൻ്റെ അപ്പക്കുട്ടയെ അനുഗ്രഹിക്കും, മാവ് കുഴക്കുന്ന കലത്തെ അനുഗ്രഹിക്കും, എണ്ണ പറ്റിപ്പോകത്തില്ല, നിൻ്റെ വീട്ടിൽ ആഹാരം മുട്ടിപ്പോകത്തില്ല. കൈ അടിച്ച് കർത്താൻ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഭാവേ സമർപ്പിക്കുന്നു, ആരാധിക്കുന്നു, ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു, ഓരോ കുടുംബത്തിന് അടുക്കളയെ സമർപ്പിക്കുന്നു, ജീവിത ആഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം നിറവേറുന്നത് ഉടമ്പടിയുടെ വാഗ്ദാന പ്രകാരം. ഇപ്പോൾ വയറെ കൈവച്ചു, അച്ഛൻ പറഞ്ഞു നിനക്ക് വൈകല്യമില്ലാത്ത കുഞ്ഞിനെ കർത്താവ് തരും. അപ്പോൾ ഉടമ്പടി പ്രകാരം 22 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവരെ 17 വർഷം, 21 വർഷം, 10 വർഷം, 14 വർഷം, ഇങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടത്തില്ലാതെ 4 വർഷം കഴിയുമ്പോൾ തന്നെ എല്ലാ ടെസ്റ്റും നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞാലും ശരി, ഉടമ്പടി ചെയ്യുമ്പോൾ ദൈവം കുഞ്ഞിനെ കൊടുക്കും. എന്താ കുഞ്ഞിനെ കൊടുക്കും? നമ്മൾ സാക്ഷ്യം, ഒരു കൊല്ലത്തെ സാക്ഷ്യമാണ് നമ്മുടെ ഉറപ്പ്. അല്ലാതെ ഒരു കൊല്ലത്ത് 15 മുതൽ ഇന്ന് വരെ കുഞ്ഞുങ്ങളെ കിട്ടിയിരിക്കുന്ന സാക്ഷ്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുടെ കിഡ്നി സുഖപ്പെടണതും, കുഞ്ഞുങ്ങളുടെ കരൾ വെച്ച് കൊടുക്കണം, കുഞ്ഞുങ്ങളെ സന്താനങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്താണെന്ന് അറിയാവോ? അബ്രാഹത്തിന് ഉടമ്പടി ചെയ്യാൻ നേരത്ത് ദൈവം വിളിച്ചപ്പോഴേ ഞാനും നീയും തമ്മിൽ ഈ ബന്ധം സ്ഥിരവും സ്ഥായിയുമായി ശാശ്വതമാകാൻ വേണ്ടി ഒരു ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഉൽപ്പത്തി 15-16 അധ്യായങ്ങൾ പറയുമ്പോൾ അബ്രാഹം കണ്ണ് നിറയും, എല്ലാ അഭിവൃദ്ധിയും കന്നുകാലികളെ പെരുക്കുമെന്നൊക്കെ പറയുമ്പോഴേ അബ്രാഹം സങ്കടപ്പെട്ട് പറയും, എൻ്റെ കന്നുകാലികളെ പെരുക്കിയാലും എൻ്റെ ഗോതമ്പ് വയലുകൾക്ക് നല്ല വിളവ് കിട്ടിയാലും ഡമാസ്കസുകാരൻ എലിയാസറാണ് എൻ്റെ വീട്ടിലെ സൂക്ഷിപ്പുകാരൻ, എനിക്ക് അങ്ങ് സന്താനങ്ങളെ തന്നില്ലല്ലോ എന്ന് പറയും. സങ്കടത്തോടെയാണ് പറയണത്. അപ്പോൾ ദൈവത്തിനത് ഫീൽ ചെയ്യും. അപ്പോഴേ ദൈവം പറഞ്ഞു, എടാ ഞാൻ വാഗ്ദാനം തരുമ്പോൾ അണ്ടർസ്റ്റുഡ് അല്ലേ അതിൻ്റെ അകത്ത് സന്താനങ്ങളെ, നീ പുറത്തേക്ക് വരാൻ പറയും. ഞാൻ വാഗ്ദാനം തരുമ്പോൾ സന്താനങ്ങൾ അണ്ടർസ്റ്റുഡ് അല്ലേ, അതിൻ്റെ അകത്ത് അറിയാതെ തന്നെ ഉള്ളതാണല്ലോ, പിന്നെ നീ എന്നോടത് പറയേണ്ട കാര്യമില്ല, എന്നാലും നീ പുറത്തേക്ക് വാന്ന് പറയും. അപ്പോൾ പുറത്തേക്ക് വരുമ്പോൾ പറയും, നീ എന്നെ കാണുന്നത് ഞാൻ മണ്ണും നക്ഷത്രങ്ങളും, അതുപോലെ ഞാൻ നിനക്ക് സന്താനങ്ങളെ തരുമെന്ന്. 1 അല്ല 2 അല്ല 10,000 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. സന്താനരഹിതരെ സമർപ്പിക്കുന്ന കർത്താവേ,
പലവട്ടം അബോഷനായി പോയിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സന്താനം കിട്ടാതെ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. വന്ധ്യായ എലിസബത്തിന് സന്താന ഭാഗ്യം കൊടുത്ത ദൈവമേ, കർത്താവായ ദൈവമേ, സാറായിക്ക് 90-ാമത്തെ വയസ്സില് ജീവിത അവസാനത്തില് സന്താന ഭാഗ്യം കൊടുത്ത് അബ്രഹാത്തെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമേ, ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും ആശീർവദിക്കണമേ. ഹല്ലേലൂയ. പങ്കാളിയും എൻ്റെ മക്കളും കരങ്ങളടിച്ചുകൊണ്ട് എൻ്റെ സമ്പത്തും അനുഗ്രഹിക്കപ്പെടും. അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ അമ്മ മാറ്റിയതിനും അനുഗ്രഹിച്ചതിനും ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയ ഷാജി. ഞാൻ കണ്ണൂർ ജില്ലയിൽ കണിച്ചാർ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ 20/7/2025 ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 1 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് കഠിനമായ വയറുവേദനയും നടുവേദനയും ഛർദിയും എല്ലാം ഉണ്ടായി. ഞാൻ 3 ദിവസം അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ തേന് കട്ടൻ ചായയിൽ ഒഴിച്ചു കഴിച്ചു. അതിനുശേഷം ഉടമ്പടി തൈലം വയറ് തേച്ചു. 3 ദിവസം അങ്ങനെ തുടർന്നു തന്നെ നിന്നു. എന്നിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു, ദൈവത്തിനൊന്നും അസാധ്യമല്ല, ഈശോയ്ക്ക് എല്ലാം സാധ്യമാണ്. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കുമെന്ന് എൻ്റെ ഈശോ പറഞ്ഞിട്ടില്ലേ, അത് തന്നെ പറഞ്ഞ് ഞാൻ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുകയും അമ്മയുടെ ഉടമ്പടി തൈലം അന്ന് രാത്രി കരഞ്ഞു വയറിൽ തേച്ച് പ്രാർത്ഥിച്ചു. ഉടമ്പടി കാശുരു അന്ന് വയറിൽ വെച്ചാണ് ഞാൻ കടന്നുറങ്ങിയത്. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും എനിക്ക് ആഹാരം കഴിക്കുവാനും എൻ്റെ ലൂസ് മോഷനും വയറുവേദനയും എല്ലാം പൂർണ്ണമായി അമ്മ സൗഖ്യം നൽകിയതിനും അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. രണ്ടാമത് കിട്ടിയ സൗഖ്യം എനിക്ക് 5 വർഷമായിട്ട് കഠിനമായ മൈഗ്രെയിൻ ഉണ്ടായിരുന്നു. ഞാൻ 3 വർഷം മെഡിസിൻ എടുത്തു. അതിനുശേഷം ഇഞ്ചക്ഷൻ അങ്ങനെയുള്ളതൊക്കെ എടുക്കേണ്ടി വന്നുകൊണ്ട് കംപ്ലീറ്റ് ഞാൻ മെഡിസിൻ ഉപേക്ഷിച്ചു. അതിനുശേഷം ഉടമ്പടി എടുത്തപ്പോഴത്തേനും ഉടമ്പടിയിൽ ആ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തലവേദന വരുമ്പോഴെല്ലാം അമ്മയുടെ തൈലം തേച്ച് ഞാൻ തോർത്ത് തലയിൽ കെട്ടി വെച്ചായിരുന്നു ഞാൻ എപ്പോഴും കടന്നുറങ്ങാറുള്ളത്. ഒരു ദിവസം കഴിഞ്ഞ ഒക്ടോബർ 22 കഠിന തലവേദന വന്നതിന് ശേഷം ഞാൻ ഇതുപോലെ അമ്മയുടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി അമ്മയുടെ ഉടമ്പടി തൈലം തലയിൽ ചേച്ച് കടന്നുറങ്ങി. അതിനുശേഷം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു പ്രകാശമായ ഒരു ഗോളം വന്ന് എൻ്റെ തലയിൽ ഇങ്ങനെ വന്ന് പതിക്കുകയും ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അന്ന് മുതൽ എനിക്ക് ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കിട്ടിയതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. എനിക്ക് ഈ ഒക്ടോബർ 1 കഠിനമായ ഭയങ്കര വയറുവേദനയും ഉണ്ടായിരുന്നു, ഭയങ്കര നടുവേദനയും ഉണ്ടായിരുന്നു. ഞാൻ ഈ 1 മാസത്തോളം ഞാൻ എനിക്ക് അമ്മയുടെ ഉടമ്പടി തൈലം, അമ്മയുടെ ഉപ്പ് ഇതെല്ലാം തേച്ച് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഹോസ്പിറ്റലിൽ പോകണമെന്നോ ഒന്നും എനിക്ക് തോന്നിയില്ല. എന്തായാലും അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ. അതാണ് എന്നെ കൂടുതൽ വിശ്വാസത്തിലോട്ട് മുമ്പോട്ട് കൊണ്ടുപോയത്. അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ. എൻ്റെ അമ്മ അറിയാതെ എനിക്ക് എന്തു വന്നാലും അമ്മയെ മുറുകെ പിടിക്കുന്ന എനിക്ക് അമ്മ അത് സൗഖ്യമാക്കി തരുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ മുമ്പോട്ട് ഉടമ്പടിയിൽ പോയത്. ആ വിശ്വാസമാണ് എന്നെ കൂടുതൽ അമ്മയിലോട്ട് ചേർക്കുവാനും അമ്മയുടെ വലിയ സാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ അങ്ങനെയുള്ളതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാൻ ഇടവന്നു. അങ്ങനെ ഞാൻ 1 മാസത്തോളം അമ്മയുടെ ഉടമ്പടി തൈലവും ഉടമ്പടി ഉപ്പും എല്ലാം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ വേദന ഇതുമെല്ലാം തുടർന്ന് നിൽക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും ആരാധനയിൽ യൂട്യൂബിനകത്തും എല്ലാം ചാനലിലെല്ലാം ആരാധന കാണുമ്പോൾ വയറിൽ ഇങ്ങനെ കൈവച്ച് അച്ഛൻ പ്രാർത്ഥിക്കാനായിട്ട് ജോസഫ് അച്ഛൻ പറയും. അന്നേരം ഞാൻ എല്ലാ ഉദരസംബന്ധമായ രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പാപിയായ എനിക്കും എന്തെങ്കിലും രോഗമാണെങ്കിൽ പൂർണ്ണമായി എൻ്റെ ഈ അമ്മ സൗഖ്യം നൽകി അമ്മയുടെ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എന്നെ മാറ്റണമേ മാതാവേ എന്ന് കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു. 1 മാസം ഫുള്ള് ഞാൻ അമ്മയോട് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ഞാൻ മുമ്പോട്ട് പോയതിന് ശേഷം അമ്മയോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഉടമ്പടി പൂർത്തിയായി, എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറയണം. എൻ്റെ ഈ വയറുവേദനയും ഈ അസ്വസ്ഥതയും എന്താണെന്ന് എനിക്ക് അമ്മ ഒരടയാളം കാണിച്ചു തരണം. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ആ റിപ്പോർട്ടുമായിട്ട് എനിക്ക് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയണം. അതിനെന്നെ അമ്മ അനുഗ്രഹിക്കണമേ, അതിനെന്നെ സഹായിക്കണമേ എന്ന് കരഞ്ഞ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചിരുന്ന മുറിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിന് ചുറ്റും
ചുറ്റും അമ്മ ഒരു വെള്ളം അടയാളമായിട്ട് കാണിച്ചു തന്നു. അതിനുശേഷം അമ്മ പറഞ്ഞു, നീ ഹോസ്പിറ്റലിൽ പോയി റിപ്പോർട്ട് സ്കാൻ ചെയ്ത് നോക്ക്, എന്നിട്ട് എൻ്റെ അടുത്ത് വരാൻ എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിച്ച തിരിയിൽ അമ്മേനെ പ്രത്യക്ഷപ്പെട്ട അടയാളമാണ് ഇതെൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അമ്മ എനിക്ക് തിരിയിൽ അടയാളം കാണിച്ചതാണ്. അതിനുശേഷം ഞാൻ ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, യൂട്രസിനോ കിഡ്നിക്കോ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, നമുക്കൊന്ന് അൾട്രാസോണിക് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി ഡോക്ടറെ ചെയ്യാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഡോക്ടർ സ്കാനിങ്ങിന് എന്നെ വിധേയമാക്കി. ഞാൻ പേരാവൂർ ഹോസ്പിറ്റൽ, രശ്മി ഹോസ്പിറ്റൽ, ഡോക്ടർ അമറിൻ്റെ ട്രീറ്റ്മെൻറ്റിലാണ് ഞാൻ പോയത്. അവിടെ ചെന്ന ശേഷം ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ സ്കാനിങ്ങിനാക്കി. 1 മാസവും 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ അസ്വസ്ഥത തുടങ്ങിയതിൽ രോഗത്തിന് ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടതിന് ശേഷം ഡോക്ടറെ അടുത്ത് പോയത്. ഡോക്ടർ ചെയ്തു, എന്നെ സ്കാൻ ചെയ്തു. സ്കാനിങ് റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇയാളുടെ യൂട്രസിൽ ഒരു മുഴയും കിഡ്നിയിൽ ഒരു സ്റ്റോണുമായിരുന്നു, പക്ഷേ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം നൽകിയിരിക്കുന്നു, ഒരു കുഴപ്പവുമില്ല, ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ വെച്ച് തന്നെ പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ അമ്മ അനുഗ്രഹിച്ചതിന് ഒത്തിരി നന്ദി എന്ന് ഡോക്ടറോടും അവിടെ എല്ലാവരോടും പറഞ്ഞ് ആ റിപ്പോർട്ടുമായിട്ട് ഞാനിവിടെ അമ്മയുടെ സന്നിധിയിൽ സാക്ഷ്യം പറയാൻ എന്നെ സാധിച്ചു. ഒരു പാപിയായ ആർക്കും എല്ലാവരും തള്ളിക്കളഞ്ഞ ഒരു പാപിയാണ് ഞാൻ. എല്ലാവരുടെയും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്നെ ഉപയോഗപ്പെടുത്തും. ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും എല്ലാവരോടും ക്ഷമിക്കുവാനും അനേകരെ ആശ്വസിപ്പിക്കാനും ഒക്കെയാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിലൂടെ സാധിച്ചത്. രോഗികളെ പോയി കാണുക, രോഗികളെ ആശ്വസിപ്പിക്കും. അവരുടെ തലയിലൊക്കെ കാലിൽ രോഗമുള്ള ഭാഗത്ത് ഉടമ്പടി വസ്തുക്കൾ തേച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അവർക്ക് ഒരുപാട് പേർക്ക് രോഗസൗഖ്യം കിട്ടിയെന്ന് ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പത്രങ്ങൾ എല്ലാവരുടെ കയ്യിലും പള്ളികളിൽ പോകുമ്പം കുർബാന കഴിയുമ്പോൾ എല്ലാവർക്കും കൊടുക്കും. കൃപാസന അമ്മ അനുഗ്രഹിക്കട്ടെ, അമ്മയുടെ പ്രസിദ്ധീകരണത്തിൻ്റെ ഒരു പ്രേക്ഷിത സാക്ഷിയാക്കി നിങ്ങളെ മാറ്റട്ടെ. എൻ്റെ അനുഭവങ്ങൾ എനിക്ക് അമ്മ നൽകിയ അനുഗ്രഹങ്ങൾ പറഞ്ഞാണ് ഞാൻ അവർക്ക് പത്രങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ അവരും പറയും മാതാവ് അനുഗ്രഹിക്കട്ടെ എന്നെയെന്ന് അവർ തിരിച്ചു പറയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പറയും. ഇവിടുത്തെ ഉടമ്പടി ആരാധന എല്ലാ 10ഓളം പേർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ യൂട്യൂബിൽ ഇട്ട് കൊടുക്കും. അവരെല്ലാവരും ആ ആരാധനയിൽ പങ്കെടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഒരു ദിവസം താമസിച്ചിട്ട് കൊടുത്താൽ ചോദിക്കും, ചേച്ചി പ്രാർത്ഥന എന്നെ ഇടാത്ത, ഞങ്ങൾക്ക് ചേച്ചിയുടെ പ്രാർത്ഥന ഇട്ട് തരുന്നതിലൂടെ ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ട്, വലിയ ഒരു കൃപയുണ്ട്, ചേച്ചിക്ക് ഒരുപാട് ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ട്, അമ്മയുടെ വലിയ സാന്നിധ്യമുണ്ട്. അത് ശരിക്കും എൻ്റെ ഭവനത്തിലും എൻ്റെ രോഗത്തിലൂടെ എല്ലാം അനുഭവിച്ച് അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിൻ്റെ വലിയൊരു സാക്ഷിയാക്കി എന്നെ മാറ്റി അമ്മയെ അനുഗ്രഹിച്ചതിനും ഈ നടയിൽ ഒരു യോഗ്യതയില്ലാതെ എന്നെ നിർത്താൻ എൻ്റെ അമ്മ എന്നെ ഇത്രയും സ്നേഹിച്ചതിനും കരുതിയതിനും ഓർത്ത് 1000 നന്ദി എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, പരിശുദ്ധ അമ്മേ കൃപാസന അമ്മേ നന്ദി. എൻ്റെ പേര് ജെസ്സി. ഞാൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ബേലൂർ എന്ന സ്ഥലത്ത് സെൻറ്റ് സേവിയേഴ്സ് ഇടവകാംഗമാണ്. ഞാൻ 14/2/24 ആദ്യമായി ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു 2 മാസം ഞാൻ ഉടമ്പടിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടാണ് പോയിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്കൊരു കുഴൽക്കിണർ അടിക്കേണ്ട ആവശ്യം വന്നു. എന്നാൽ അതിനു മുമ്പ് ആ കാര്യത്തിന് ശ്രമിച്ചിട്ട് അന്ന് നടന്നില്ല. കാരണം വാട്ടർ അതോറിറ്റി എൻജിനീയർ തന്നെ വന്ന് ആ പ്രദേശം മുഴുവൻ പരിശോധിച്ചിട്ട് ഇവിടെ അടിവെള്ളം കുറവാണ്, അതുകൊണ്ട് കുഴൽക്കിണർ അടിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ ആ ശ്രമത്തിൽ നിന്ന് പിന്തിരിഞ്ഞതാണ്. ഉടമ്പടി എടുത്ത് ചെന്നപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ വേണമെങ്കിൽ ഒരു കുഴൽക്കിണർ അടിക്കാം, മാതാവും യേശുവും എൻ്റെ ഉണ്ടല്ലോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെ ഒരു ദിവസം തീരുമാനിച്ചു. അതിൻ്റെ തലേ ദിവസം ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. കാരണം യേശുവും മാതാവും എൻ്റെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ പറമ്പിൽ 1 ഏക്കറുള്ള സ്ഥലമാണ്, അതിൽ കൃഷി ചെയ്യാനായിട്ട് എൻ്റെ കൂടെ ആ സ്ഥലത്തേക്ക് യേശു അമ്മയും വരണം എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർത്തു. ഞാൻ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ മോശ ഇസ്രായേൽ ജനതയെ നയിക്കുന്ന സമയത്ത്
വെള്ളം കിട്ടാതെ അവർ ഇത്തിരി ബഹളം വെച്ചു. മോശയോട് വഴക്കായി. മോശ കർത്താവിനോട് അപേക്ഷിച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞത്, ഞാൻ ഹോറേബ് മലയിൽ നിൽക്കും. നീ മോശയോട് നദിയിലടിക്കാൻ ഉപയോഗിച്ച വടിയും കൊണ്ടുവന്ന് നീ മലയിൽ പാറമേൽ 2 പ്രാവശ്യം അടിക്കുക. 2 പ്രാവശ്യം അടിച്ചു മല. അതുപോലെ തന്നെ മോശ പ്രവർത്തിച്ചു. 2 തവണ ആ വടി കൊണ്ടടിച്ചപ്പോൾ വെള്ളം, പാറ പൊട്ടി വെള്ളം കുതിച്ചൊഴുകി എന്നാണ് വചനത്തിൽ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, യേശുവും അമ്മയും എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇതേ വെള്ളം കിട്ടാത്ത സ്ഥലമാണ്, ഇതേ ഒന്ന് പറമ്പിലെത്തിയാൽ എൻ്റെ കുഴൽക്കിണറിൻ്റെ പാറയിൽ യേശുവും മാതാവും കൂടി അടിച്ചാൽ എനിക്കും വെള്ളം കിട്ടില്ലേ എന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു, കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നത്തെ ദിവസം പറമ്പിലേക്ക് പോയി. അവിടെ കിണർ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇരുന്നു. അന്ന് ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ധ്യാനം കേൾക്കാം മൊബൈലിൽ. കയ്യിൽ ഉപ്പും കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് മുട്ടമ്മയിൽ നിന്ന് പ്രാർത്ഥിച്ച് കുളൻ്റെ അടുത്തേക്ക് നോക്കിയപ്പോൾ കുറേശ്ശെ വെള്ളം ഇങ്ങനെ കയറി ഇങ്ങനെ വരുന്നുണ്ട്. ഞാൻ ഉടനെ ഈ ഉപ്പെടുത്ത് ഓടി ചെന്നു. ഉപ്പെടുത്ത് ഞാൻ കുഴലിലേക്ക് ഇടട്ടേയും ചോദിച്ചു പണിക്കാരോട്. അപ്പോൾ അവർ പറഞ്ഞു, ആ കുഴലിലേക്ക് എന്നെ ഇട്ടോളാൻ. ഞാൻ ആ ഉപ്പ് കുഴലിൽ ഇട്ടതും ഉടനെ ഒരു ഭയങ്കര ശബ്ദം കേട്ടു. ആ 2-3 പിള്ളേരാണ്. അവർ ഞെട്ടി, ഞാനും ഞെട്ടി. അത് കഴിഞ്ഞ് ആ ശബ്ദത്തോട് കൂടിയിട്ട് ഒരു ഫൗണ്ടൻ പ്രവർത്തിക്കണ പോലെ ചുറ്റും വെള്ളം അങ്ങോട്ട് ഉയരത്തിൽ, ഒരു പൈപ്പെന്ന് പറഞ്ഞ പോലെയല്ല, ഒരു നല്ല വലിയ ഫൗണ്ടൻ വർക്ക് ചെയ്യണ പോലെ വെള്ളം അങ്ങോട്ട് ഇഷ്ടപ്രകാരം വെള്ളം മുകളിലേക്ക് വന്ന്, പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ശാന്തമായി വെള്ളം ഇഷ്ടപ്രകാരം ഒഴുകി. അങ്ങനെ ഒരിക്കലും ആ പ്രദേശത്ത് ഒട്ടും വെള്ളമില്ലാത്ത സ്ഥലം. അവിടെ 400 അടി അടിച്ചിട്ടും കുടിക്കാൻ മാത്രമേ അവിടെ വെള്ളമുള്ളൂ. ഞങ്ങൾക്ക് 220 അടിയിൽ ദാഹം തീർത്ത്, അതായത് 8 മണിക്കൂർ കിണറിൽ മോട്ടർ അടിച്ചാലും വറ്റാത്ത രീതിയിലുള്ള വെള്ളം നന്നായി കൃഷിക്ക് കിട്ടുന്നുണ്ട്. അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ അനുഗ്രഹം. രണ്ടാമത്തെ ഒരു അനുഗ്രഹം, ഞാൻ രണ്ടാമത്തെ ഉടമ്പടി 3 മാസം കഴിഞ്ഞ് വന്ന് പുതുക്കി പോയതിന് ശേഷം ആദ്യത്തേൽ ഞാൻ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു ഈ കിണറിൻ്റെ കാര്യം. ഞാൻ ഉടമ്പടിയിൽ വെച്ചതല്ല. ഉടമ്പടിയിൽ വെച്ച ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൻ്റെ ഇടയിൽ എനിക്ക് നടന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് 40 വർഷമായിട്ട് ഞാൻ ബ്രോങ്കറ്റിക്കൽ ആസ്തമയാണ്. അപ്പോൾ ഒരു കാരണവശാലും ഇത് മരണം വരെ മാറില്ല എന്ന് എന്നോട് ഒത്തിരി ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് കാരണം ഒരു സ്ഥലത്ത് പോയാലും ഇതിന് പ്രാർത്ഥിക്കാറില്ല. ഇവിടെ വന്ന് പോയപ്പോൾ എനിക്ക് തോന്നി, അച്ഛൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞു, ഒരിക്കലും നടക്കില്ല എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഉടമ്പടിയിൽ എഴുതുന്നു. ആ നിർദ്ദേശം അനുസരിച്ച് 2ാമത്തെ തവണ ഉടമ്പടി പുതുക്കി പോകുമ്പോൾ ഉടമ്പടിയിൽ ഞാൻ ഈ ആസ്തമ മാറ്റി തരണേന്ന് നിയോഗം വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്നു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനിനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. 2 നേരവും ഇൻഹേലിയർ ഉപയോഗിക്കണം. അതാണ് അതിൻ്റെ മരുന്ന്. മരണം വരെ അത് ഉപയോഗിക്കണം. അപ്പം ഞാൻ ഇനി ഇൻഹേലിയർ ഉപയോഗിക്കില്ല. അതിന് പകരം ഞാൻ അമ്മയുടെ ഉപ്പും തേനും കൂടി ചേർത്ത് എൻ്റെ നാവിൽ ചേർത്ത് കഴിച്ചോളാം. പക്ഷെ അമ്മ എൻ്റെ ശ്വാസകോശത്തിന് യാതൊരു ചുരുക്കവും കൂടാതെ ഒരു കോട്ടം തട്ടാത്ത രൂപത്തിൽ അമ്മ സംരക്ഷിക്കണം. ഞാനങ്ങനെ മരുന്ന് ഇൻഹേലിയർ മാറ്റി വെച്ചു. 15 ദിവസം കഴിഞ്ഞു. ഒരു സംശയം പോലുമില്ല. ഒരു 2 ദിവസത്തിൽ കൂടുതൽ ഇൻഹേലിയർ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു എൻ്റെ. എനിക്ക് ഒരു അസുഖമോ ഒരു ചുമയോ ഒരു കഫക്കെട്ടോ അങ്ങനെ ആസ്തമയുടെ ഒരു ലക്ഷണവും കാണുന്നില്ല. ഞാനത് 1 മാസം തുടർന്നു. ഇപ്പോൾ 11 മാസത്തോളമായി എനിക്ക് ഒരു ആസ്തമയുടെ ഒരു ലക്ഷണവുമില്ല. ഞാൻ ഇഷ്ടപ്രകാരം വെയിലും മഞ്ഞും ഒക്കെ കൊള്ളുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ചെറുതായ കാരണം ഞാനിപ്പോൾ ഇവിടെ പറയണില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ, ഞാൻ ആദ്യത്തെ 3 മാസം മെഡിക്കൽ കോളേജിൽ പോവുകയും സാമ്പത്തികമായി സഹായിക്കുകയും
അനാഥശാലകളിൽ പോവുകയും ഒക്കെ ചെയ്തു. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യം ആയപ്പോഴേക്കും എനിക്കൊരു അസുഖം വന്നതിനാൽ എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റാതെയായി. പിന്നെ ഞാൻ കൂടുതൽ ചെയ്തത് ഇവിടുന്ന് കൊണ്ടുപോകണ കൃപാസന പത്രം ഞാൻ എല്ലാ വീടുകളിലും നടന്നു കൊടുക്കും. ഞാൻ വന്നില്ലെങ്കിലും വണ്ടിക്കാരോട് പറഞ്ഞ് ഞാനും പത്രക്കെട്ട് വാങ്ങിച്ച് അതും ഞാൻ വീടുകളിൽ കൊണ്ടുകൊടുത്ത് പ്രാർത്ഥിച്ച് കൊടുക്കാറുണ്ട്. പിന്നെ സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടുന്ന, മരുന്ന് വാങ്ങിക്കാൻ കാശില്ലാതെ, അതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോരാൻ സാമ്പത്തികമായിട്ട് ഇല്ല എന്ന് കുറച്ചൊക്കെ അറിയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരോട് അറിയുന്ന ആൾക്കാരുടെയൊക്കെ നമ്പർ, ഞാൻ ഫോൺ നമ്പർ വാങ്ങിച്ച് ഞാൻ അവർക്ക് ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ എനിക്ക് ഏറ്റവും അധികം യാത്ര ചെയ്യാനൊന്നും പറ്റാത്തൊരു ആളായ കാരണം ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് ഞാൻ അവരുടെ മരുന്നിനുള്ള കാശും ഹോസ്പിറ്റലിലെ ആവശ്യങ്ങൾ പറഞ്ഞ കാശുകൾ കുറേശ്ശെ ഞാൻ ഒത്തിരി പേർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്കിതൊക്കെ വലിയ അനുഗ്രഹങ്ങളാണ് തന്ന മാതാവിനും യേശുവിനും ഒരുപാട് നന്ദി.